വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ എതിർത്ത് കേന്ദ്രം. നിയമത്തിലെ മാറ്റങ്ങളെ ന്യായീകരിച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകി. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരം ഇല്ലെന്നും കേന്ദ്രം പറഞ്ഞു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണി, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ചില ഹർജികൾ പ്രതിപക്ഷം ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ 7 ദിവസത്തിനകം മറുപടി നൽകാനായി, സത്യവാങ്മൂലം നൽകാനായി കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വഖഫ് നിയമ ഭേദഗതിയെ ന്യായീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമത്തിലെ മാറ്റങ്ങളെയാണ് ഈ കേന്ദ്ര സർക്കാർ ന്യായീകരിച്ചിരിക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ലെന്നും ഇത് പാർലമെന്റിന്റെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ ഒരു കൈകടത്തലാണെന്നാണ് പ്രധാനമായും കേന്ദ്രം പറയുന്നൊരു കാര്യം. കൂടാതെ ഈ വഖഫ് ഭേദഗതി കാരണം അനീതി നേരിട്ടുന്ന സൂചിപ്പിച്ചുകൊണ്ട് ആരും കോടതിയിൽ എത്തിയിട്ടില്ല എന്നും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. എന്തായാലും 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാനായിരുന്നു നേരത്തെ കോടതി പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നൽകിയ ഹർജികളിൽ നിരവധി ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ഹർജികൾ പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം വാദം കേട്ട ശേഷം തൽസ്ഥിതി തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത്. നിലവിലുള്ള സാഹചര്യം തുടരണം എന്നൊരു കാര്യമാണ് പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തതോ അതോടൊപ്പം തന്നെ വിജ്ഞാപനം വഴി വഖഫായി ഭൂമിയോ അതേപടി നിലനിർത്തണമെന്നാണ് കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞത്. കൂടാതെ ഈ മറുപടി ലഭിച്ച ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇനി എന്തായാലും മെയ് 3-നാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അന്ന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആതിര.